ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ളത് വില കുറവുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു സാധനത്തിന് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരില്ല. ഒരു ചെറിയൊരു മാളിൽ കയറിയിട്ടുള്ളൊരു ഫീലാണ് ഇതിനുള്ളിൽ നമുക്ക് കയറിയാലുണ്ടാവുക. അപ്പോൾ ഇതെവിടെയാണ് സ്ഥലമെന്ന് പറയാം. മാങ്കാവിലാണ്, കോഴിക്കോട് ജില്ലയിൽ മാങ്കാവിലാണ്. ഇതിൻ്റെ പേര് മിഠായിത്തെരുവെന്നാണ്. അപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. നമ്മൾ ജീവിതത്തിൽ മിഠായിത്തെരുവെന്ന് കേൾക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള മിഠായിത്തെരുവ് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ 2 മിഠായിത്തെരുവായി. ഒന്ന് മാങ്കാവിൽ, ഇവരിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം വിചാരിച്ചു ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വിലക്കുറവിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അതൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ്. പക്ഷേ ഈ ബാഗുകളൊക്കെ, ഇതൊക്കെ ബാംഗ്ലൂരൊക്കെ സെയിൽ ചെയ്യുന്നിട്ടുള്ള കുറവ് റേറ്റിന് 100 റുപ്പീസിൻ്റെ ബാഗാണ് അതൊക്കെ. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ബാഗുകളും നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. പിന്നെ ചെരുപ്പിൻ്റെ ഒരു സെക്ഷനിൽ മുകളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ഫുള്ള് ചെരുപ്പ്, ഷൂസ് മാത്രമാണ്. വലിയ ആൾക്കാരുടേതും ജെൻസ്, കുട്ടികളുടേത് ഒക്കെ മിക്സഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഡ്രസ്സസ് ഒന്നും പറയാനില്ല. നമ്മൾ മാളിൽ പോയിട്ട് നോക്കുന്നതും ഇവിടുന്ന് വാങ്ങുന്നതും ഒരേ ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ ഇത്രയും വില കുറവിൽ ഇവരെങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ബാഗ് 99 റുപ്പീസേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ കാണുന്ന ഐറ്റംസൊക്കെ വെറും 10 രൂപയേ ഉള്ളൂ. 10 രൂപയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ 1 രൂപ മുതലുള്ള ഐറ്റംസും ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ പാത്രങ്ങൾ, കുക്കർ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ നല്ല ബ്രാൻഡഡ് കമ്പനിയുടേത് തന്നെയുണ്ട്. പ്രസ്റ്റീജ്, അങ്ങനെ നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡഡ് ഏതാണോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലാസ്സിനൊക്കെ 15 രൂപയേ ഉള്ളൂ. ചെടിച്ചട്ടികൾക്കൊക്കെ 10 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം നല്ല വിലക്കുറവിൽ മാത്രമാണ് ഇവിടെ ഇത്രയും ക്വാളിറ്റി ഉള്ളത്. 10 രൂപ മുതലാണ് ചെടിച്ചട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഏത് ചെടിച്ചട്ടിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മാന്യമായ റേറ്റേ ഉള്ളൂ ഇവിടെ. പിന്നെ ഗ്ലാസ്, കപ്പ്, പ്ലേറ്റ് ഇതൊക്കെ നല്ല വിലക്കുറവാണ്. നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ലേ നോക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സാധനം വളരെ വിലക്കുറവിൽ നമുക്കിവിടെ സ്വന്തമാക്കാൻ പറ്റും. ഈ പ്ലേറ്റൊക്കെ നമ്മുടെ സെല്ലോടൊക്കെ പ്ലേറ്റ് പോലെ തന്നെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് മിഠായിത്തെരുവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ മാത്രമേ ഇവർ കൊടുക്കുകയുള്ളൂ. കാരണം നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നല്ല പബ്ലിസിറ്റിയും നല്ല ബിസിനസ്സും ഉണ്ടാവുകയുള്ളൂ. നമ്മളെപ്പോലെയുള്ള കുറേ കസ്റ്റമേഴ്സിന് അവർക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇവരുടെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ വന്നിട്ടാണ്. എത്ര നോക്കിയിട്ടും മതിയാവണില്ല. നമ്മൾക്ക് എത്ര ചെരുപ്പ് വേണമെങ്കിലും ഇവിടുന്ന് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വാങ്ങുന്ന എല്ലാ ചെരുപ്പുകളും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ബാറ്റയുടെ ഷോറൂം അല്ലെങ്കിൽ വുഡ്ലാൻഡിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാലും നമ്മളത് ഒരു 750 അല്ലെങ്കിൽ 1000-നാണ് വാങ്ങുന്നതെങ്കിൽ അതൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എവിടുന്ന് നമ്മൾ ചെരുപ്പ് വാങ്ങിയാലും അതിൻ്റെ റൗണ്ട് ജസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്താൽ കൂടുതൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒക്കെ നല്ല ഭംഗിയുള്ള പാർട്ടി വെയറാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഒരു കല്യാണ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ സൽക്കാരത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലുണ്ട്. പിന്നെ കുട്ടികളുടെ ടോയ്സ്, ചെറിയ ചെറിയ പേഴ്സ്, ബാഗ്, ഫാൻസി ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റി ഉള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനത്തിന് പോലും പുറത്ത് വേറൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യം വരില്ല. ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ്, പിന്നെ പാത്രങ്ങൾ, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പോയിട്ടുണ്ടാവും. പോയിട്ടുള്ളവർക്ക് ഇതിൻ്റെ അത് മനസ്സിലായിട്ടുണ്ടാവും. പോവാത്തവർക്കാണ് ഞാനീ പറയണത്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. മാങ്കാവിലാണ്, റോഡ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുൻപിൽ തന്നെ ബസ് നിർത്തും. അല്ലാത്തവർക്കാണെങ്കിൽ വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ പ്ലേസ് ഉണ്ട് പാർക്കിങ്ങിന്.
അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് നടന്ന് കയറിയാൽ മതി. മിഠായി തെരുവെന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള അതേ ക്വാളിറ്റിയുള്ള അതേ സൈസിലുള്ള ഷൂസാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂസാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം കണ്ടിട്ടുള്ള ബാഗുകളൊക്കെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 590. പിന്നെ ആ സെയിം ബാഗുകളൊക്കെ ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇവിടെ പകുതി വില മാത്രമേ ഉള്ളൂ. പിന്നെ ഫാൻസി ഐറ്റംസ് ഫുള്ളുണ്ട്. ഫാൻസി ഐറ്റംസിനും എല്ലാം വിലക്കുറവാണ്. ഈ ഫാൻസി ഐറ്റംസിൽ വരുമ്പോഴാണ് 1 രൂപ മുതലുള്ള ഐറ്റംസ് ഉള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് കൂടുതൽ സമയം എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. പെട്ടെന്ന് തന്നെ വന്നിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞാൽ നമുക്കത് നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് സമയം എടുത്തിട്ട്, ഇപ്പോൾ രാവിലെയാണ് വരുന്നതെങ്കിൽ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് അതിന് ശേഷം വരികയാണെങ്കിൽ ഒരുപാട് സാധനം എടുക്കാം. ഈ കാണുന്നതിനൊക്കെ 20 രൂപ മാത്രമേ ഉള്ളൂ. ഈ സെക്ഷൻ കംപ്ലീറ്റ് 20 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇവിടെ ഫുള്ള് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ അവർക്കുള്ള ടോയ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല ടോയ്സ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം മുൻപിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ടോയ്സ് വാങ്ങുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടോയ്സ്, അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ടോയ്സ് മാത്രം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ബാക്കി എല്ലാ ടോയ്സും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ റിങ്, കമ്മൽ, അതിൻ്റെ ഒരു സെക്ഷനാണ്. ഇഷ്ടംപോലെ റിങ്ങും കമ്മലൊക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആൾക്കാർ വരിക, 1 സെറ്റും 2 സെറ്റൊന്നും അല്ല, 10 സെറ്റ് 15 സെറ്റൊക്കെ ഒരുമിച്ചിട്ടാണ് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ചിട്ട് ഇവർ, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 300 സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അവരവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കൊണ്ടുവെക്കും. ഇതൊക്കെ 199 ആണ് ഈ ബാഗിൻ്റെയൊക്കെ റേറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 10 രൂപയുടെയും 1 രൂപയുടെയും സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും 10 രൂപ എന്നുള്ളത്. ആ സെക്ഷനിൽ ഏതെടുത്താലും 10 രൂപയാണ്. അതുപോലെ തന്നെ 1 രൂപയുടെ സെക്ഷനിൽ ആ ഭാഗത്തുള്ളത് ഏതെടുത്താലും 1 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.